സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിക് എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BMW ഒരു റൈഡിനായിട്ടാണ്. ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് EVM BMW മോട്ടോർ ട്രിവാൻഡ്രം കണ്ടക്ട് ചെയ്യുന്ന ഒരു റൈഡിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടുത്തെ സ്പോട്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. I love the chase and the hunt and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. Feel like this, I'm immortal. When I feel like this, I'm immortal. When I feel like this, I'm immortal. When I feel like this, I'm immortal. I feel like this, I'm immortal. When I feel like this, I'm immortal. When I feel like this, I'm immortal. When I... ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. കരിയിലക്കള്ള് ടോഡി ഷോപ്പ്. ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടില്ല ഫുഡ്, നല്ല ആംബിയൻസ്, അതുപോലെ തന്നെ കയാക്കിംഗ് ആയിക്കോട്ടെ, ബോട്ടിംഗ് ആയിക്കോട്ടെ, സ്പീഡ് ബോട്ടിംഗ് ആയിക്കോട്ടെ, എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ആംബിയൻസ് കൂടിയ ഒരു സ്ഥലം കൂടിയാണ്. ഞാനിവിടെ സ്ഥിരം വരാറുണ്ട്. നല്ല ഫുഡ് തന്നെയാണ്. നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ലൈനപ്പ് എന്ന് പറയുന്നത് GS ഉണ്ട്, 3 ടൺ R ഉണ്ട്, അതുപോലെ ഹൈയർ വൈക്കിൾസ് നമുക്കിവിടെ ഉണ്ട്. 1250 നമ്മുടെ കൂടെ ഉണ്ട്, S1000 നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ വണ്ടിയും ഇന്ന് ഇവിടെ ലൈവായിട്ടുണ്ട്. S1000, ഇത് R1200, ഇത് 600 GT, ഇത് GS ട്രോഫി എഡിഷനാണത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ്. ഇതാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ ലൈനപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ റൈഡിന് വന്ന വണ്ടികളാണ്. ഏറ്റവും ചെറിയ വണ്ടി മുതൽ ടോപ്പ് എൻഡ് വണ്ടികൾ വരെ ഇന്ന് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതില്ലാത്തത് 1300, പുതിയ 1300 മാത്രമാണ് ഇല്ലാത്തത്. സോ ഇതാണ് ഒരു എൻ്റെ എൻട്രൻസിൽ വരുന്നത് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രൈവറ്റായിട്ടൊരു സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ നടുക്കാണെന്നൊരു ഐലൻഡ് പോലെ സാധനം കണ്ടോ, സൂം ചെയ്തു, അതും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നതാണ്, ഇവരെ തന്നെയാണ്. നിങ്ങൾ പ്രൈവസി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. പിന്നെ ഇവിടെ തന്നെയാണ് ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം വരുന്നത്. സോ എല്ലാത്തിനുമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. റെനോവേഷൻ വർക്കുകൾ നടക്കുകയാണ്, പക്ഷേ അവർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനപ്പിൽ വന്ന വണ്ടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയൻറ്റ് മുതൽ ടോപ്പ് എൻഡ് വണ്ടികൾ ഇവിടെ നിന്ന് ഉണ്ട്. കാണിച്ചു തരാം അതൊക്കെയാണ്. സോ ഇത് GS ട്രോഫി 1250 ടോപ്പ് വേരിയൻറ്റ് വണ്ടിയാണ്. ഇത് S1000 RR, ഇത് R1200, ഇത് K1600 GT ആണ്. ഇത് ഫുള്ളി ടൂറിങ് പർപ്പസ് വണ്ടിയാണ്. ഇത് ഓഫ് റോഡിങ്ങും ടൂറിങ്ങും. ഇത് ഫുള്ളി സ്പോർട്സ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. ഇതും ടൂറിങ് ആണ്. പിന്നെ നമ്മുടെ കൂടെയുള്ള 3 ടൺ സീരീസിലെ വണ്ടികളാണ്. RR 3 ടൺ ഉണ്ട്, GS ഉണ്ട്, 3 ടൺ R ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈനപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലൈനപ്പ്.
ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വന്ന വണ്ടികളാണ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണ് എല്ലാ വണ്ടിയിലും ഫ്ലാഗ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും ഫ്ലാഗ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈനപ്പ്. ഒരു വ്യൂ ഒന്ന് നോക്കണേ. ടോപ്പിൽ ചെന്നിട്ട് ടോപ്പ് വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറൊരു ലെവല്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ കണക്ക് ഇവിടെ കയാക്കിങ് ഉണ്ട്. ആരും മറക്കരുത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. മോളിൽ നോക്കുന്നതിനുള്ള വ്യൂ ആണ്. ഇവിടുത്തെ ലൈനപ്പ് ഉണ്ട്. ഫുഡ് നമുക്ക് ഇതൊക്കെയാണ് വരുന്നത്. പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പുട്ടുണ്ട്, മുട്ടയുണ്ട്, ദോശയുണ്ട്, പിന്നെ കറി, അപ്പം, ടോസ്റ്റ്. ബാക്കി കറികൾ എന്തൊക്കെയുണ്ട് കാണിച്ചത്. വെജിറ്റബിൾ കറി, കടലക്കറി, ചിക്കൻ, ടീ, കോഫി. സോ നമുക്ക് പ്ലേറ്റ് വന്നിരിക്കുകയാണ്. ഫുഡ് എടുക്കാം. പൊറോട്ട, ഒരു പൊറോട്ട എടുത്തു. കറി ഒന്നുള്ളൂ. സാമ്പാർ, ഒരപ്പം, കറി, ചിക്കൻ ഉണ്ട്. കുറച്ച് മീൻകറി എടുത്തോളാം. കുറച്ച് മീൻകറി, കുറച്ച് ചമ്മന്തി. ഇനി മേലോട്ട് പോവാം. നമ്മളവിടെ നിന്ന് ഫുഡ് എടുത്ത് നേരെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. കാരണം ഇവിടുത്തെ വ്യൂ ഉണ്ടോ, പോളിശില്ലാത്തതാണ് വിഷയം. നമ്മളെടുത്ത ഫുഡ് ഇത്, മുകളിലത്തെ വ്യൂ ഇത്. വ്യൂ അടിപൊളിയല്ലേ. ഇതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇവിടെ നിന്ന സമയത്താണ് ചെറിയ രീതിയിൽ മഴ വന്നത്. ഡ്രിസിലിംഗ് ഉണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. ഇനി ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പായസം കുടിച്ചിരുന്നപ്പോഴാണ് ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു തുടങ്ങിയത്. മഴ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിൽ മഴയുണ്ട്. ജസ്റ്റ് ഒരു ഡ്രിസ്ലിംഗ് മാത്രമായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടും ഉണ്ട്, സാധാ ബോട്ടും ഉണ്ട്, കയാക്കിങ്ങും ഉണ്ട്. ഫുള്ള് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നോക്കിയാണ് അവർ ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ഇത് കണക്കത്തെ ചെറിയ ചെറിയ ഇൻഡോർ ഗെയിംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വലിയതൊന്നുമില്ല. ഞാനും ഇവിടൊക്കെ തന്നെ അടിച്ചത്. ഞാൻ ഇവിടെ കൊള്ളിച്ചായിരുന്നു കേട്ടോ, ഈ മഞ്ഞയിൽ. ആ മഞ്ഞയിൽ ഞാൻ കൊള്ളിച്ചായിരുന്നു. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ്. അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, നേരെ ബോട്ട് എടുക്കുക, അടുത്ത സ്പോട്ടിലോട്ട് പോകുക. ഇതാണ് ആ പ്രൈവറ്റ് ഐലൻഡ്. എന്തായാലും അകത്തോട്ട് കയറാം. ഇതാണ് ഇവിടുത്തെ വ്യൂ.
പ്രൈവറ്റ് ഐലൻഡ് എന്ന് പറയുന്നതാണ്. ഗ്രൂപ്പായിട്ടൊക്കെ വന്നത് ഇവിടെ സെറ്റാണ്. നമ്മൾ വന്ന ബോട്ട്, നമ്മൾ വന്ന ലൊക്കേഷൻ എന്തോ അതാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. ഇതാണ് ആ ബോട്ട്. സോ ഇതാണ് നമ്മുടെ ആ പ്രൈവറ്റ് ഐലൻഡ്. വ്യൂ നിങ്ങൾ കണ്ടു കാണാം, കാണിച്ചത്. ഫുൾ പ്രൈവസി, നമ്മളെ ശല്യപ്പെടുത്താൻ ആരും കാണത്തില്ല. ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും ഇവർ അറേഞ്ച് ചെയ്തിരുന്നതാണ്. നിങ്ങൾ വർക്കിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. അങ്ങനെ നമ്മൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. തിരിച്ച് പഴയ സ്പോട്ടിൽ. നമ്മുടെ ലൈനപ്പിൽ ഇപ്പോൾ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. കുറച്ച് വണ്ടികൾ പോയിട്ടുണ്ട്. ഇനി ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇൻഡിപെൻഡൻസ് റൈഡ് ഇവിടെ കൊണ്ട് തീരെയാണ്. അപ്പോൾ അവർ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. നമ്മൾ നേരെ വർക്കിലോട്ട് വേണം. അപ്പോൾ വണ്ടിയുടെ ലൈനപ്പ് ഒന്നുകൂടെ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ലൈനപ്പ്. GS 310 RR കൂടിയുണ്ട്. പിന്നെ ഹൈയസ്റ്റ് സീരീസ് വണ്ടികൾ R1200 GS, K1600 GTL, ഗ്രാൻഡ് അമേരിക്ക. ഇതാണ് ഒരു റൈഡിങ്. അത് ഇത് പ്യൂർലി ടൂറിങ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ റൈഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. പുതിയ കുറേ വണ്ടികൾ കാണാനും കുറേ ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നല്ല ഫുഡ്, ഞാൻ പറഞ്ഞില്ല ആദ്യമേ തന്നെ പറഞ്ഞ കണക്ക് നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നല്ല വ്യൂവും, അതോടൊപ്പം തന്നെ നമുക്ക് കയാക്കിങ്, അതുപോലെ ബോട്ടിങ് പോലത്തെ കാര്യങ്ങൾ റീസണബിൾ പ്രൈസിൽ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് നമ്മളിന്ന് പോയ സ്പോട്ട്. നിങ്ങളിന്ന് വീഡിയോയിൽ കണ്ടു കാണും. എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്ക് വരും. ബായ്.